പ്രിയദർശിനി ബസ്സിലെ യാത്രക്കാരുടെ സ്വർണം കവർന്നു. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന KSRTC ബസ്സിലെ 2 യാത്രക്കാരുടെ സ്വർണ്ണമാലയാണ് മോഷണം പോയത്. ബസ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും സ്വർണം വീണ്ടെടുക്കാനായില്ല. ബസ്സിലെ തിരക്കും CCTV ഇല്ലാത്തതുമാണ് മോഷ്ടാക്കൾക്ക് സൗകര്യമാകുന്നത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ഈ 2 സംഭവം ഒരു ബസ്സിലാണോ? അതെ മധു, ഈ കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന KSRTC ബസ്സിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രിയദർശിനി സർവീസായിട്ട് പോകുന്ന ബസ്സാണിത്. 2 യാത്രക്കാരുടെ സ്വർണ്ണമാല മോഷണം പോയി എന്നുള്ളതാണ് പോലീസിൽ പരാതി ലഭിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം മൊറയൂർ സ്വദേശികളായുള്ള P ലക്ഷ്മി, സൈഫുന്നീസ എന്നീ യാത്രക്കാരുടെ സ്വർണ്ണമാണ് മോഷണം പോകുന്നത്. KSRTC ബസ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ഈ സ്വർണം വീണ്ടെടുക്കാനായിട്ടില്ല. ഏറെ നേരം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ സ്വർണം കവർന്നയാളുകൾ ഈ മോഷണം തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങി പോയത് കൊണ്ടാകാം ഇവരെ കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് അനുമാനം. പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായിട്ടുള്ള പരിശോധനയൊക്കെയെങ്കിലും നടത്തിയെങ്കിലും ഈ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 യാത്രക്കാരുടെ സ്വർണ്ണമാല മോഷണം പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് പ്രിയദർശിനി ബസ്സിൽ സ്വാഭാവികമായിട്ടും സൗജന്യ യാത്ര ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെയായിരിക്കും ഏറ്റവും അധികം ഉണ്ടാവുക. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മോഷ്ടാക്കൾ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് മോഷണം നടത്താൻ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ട് ഈ ബസ്സിലെ തിരക്കും CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും മോഷ്ടാക്കൾക്ക് വലിയ സൗകര്യമായി മാറുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മോഷണം അത് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇത് നഷ്ടമായ ആളുകൾ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് CCTV ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അതിൽ പരിശോധിക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഈ സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. മാധു, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിയദർശിനി ബസ്സിലാണ് 2 പേരുടെ മാല മോഷ്ടിച്ചത്. സ്ത്രീ സൗഹൃദ ബസ്സാണ്. അതിനുള്ളിൽ കയറി ഈ തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് കഷ്ടമാണ്. ഇപ്പോൾ ഈ മാല മോഷ്ടിച്ച സമയത്താണെന്ന് തോന്നുന്നു താഴെ വീണുപോയ ഒരു താലി അവിടെ കാണുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ തിരക്കുണ്ടാകും സ്വാഭാവികമായും. അത് മുതലെടുക്കാൻ ചിലർ അതിനുള്ളിലേക്ക് കടന്നു കയറുന്നു എന്നതാണ് സങ്കടകരമായ കാര്യം.